ഹലോ, നമസ്കാരം. ഓൺലൈൻ ഗൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളിലൊന്നായ പഞ്ചായത്തിലെ എല്ലാ സേവനങ്ങളും പഞ്ചായത്തിലോ മറ്റു കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലോ പോയി സമയം ചെലവഴിക്കാതെ ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ സേവനങ്ങൾ ലഭ്യമാക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് സർക്കാർ ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സിറ്റിസൺ സർവീസ് പോർട്ടൽ. ഇതിലെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും ഇതിലെ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റിസൺ സർവീസ് പോർട്ടലിൽ പ്രവേശിക്കുന്നതാണ്. അവിടെ രജിസ്റ്റർ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പബ്ലിക് എന്നൊരു ബോക്സ് വരുന്നതാണ്. അതിൽ നമ്മൾ ആധാർ ഡീറ്റെയിൽ ഉപയോഗിച്ചാണ് സൈനപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. തുടരുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽ കൊടുക്കേണ്ട ബോക്സ് വരുന്നതാണ്. അതിൽ നമ്മൾ ആദ്യം നമ്മുടെ ലോഗിൻ നെയിം കൊടുക്കുക, അത് നമ്മുടെ പേര് കൊടുക്കുക. രണ്ടാമത് നമ്മുടെ ആധാർ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ആധാറിൽ നമ്മൾ എങ്ങനെയാണ് പേര് കിടക്കുന്നത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വലിയ അക്ഷരം രണ്ടിടത്ത് വലിയ അക്ഷരം, ചെറിയ അക്ഷരം രണ്ടിടത്ത് ചെറിയ അക്ഷരം, പിന്നെ കുത്തുകോമയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID താഴെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് കഴിയുമ്പോൾ നമ്മളൊരു മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ മൊബൈൽ നമ്പർ അടിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വീണ്ടും അത് എൻ്റർ ചെയ്യുകയാണ്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം താഴെ ക്യാപ്ച കൊടുത്ത് അക്കൗണ്ട് സൃഷ്ടിക്കുക എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നു. ഈ സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ IDയിലും മൊബൈൽ നമ്പറിലേക്ക് ഒരു താൽക്കാലിക പാസ്വേഡ് SMS ആയിട്ട് വരുന്നതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ലോഗിൻ നെയിം നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. അതിന് തൊട്ട് താഴെ പാസ്വേഡ് എന്ന സ്ഥാനത്ത് നമ്മുടെ മൊബൈലിലോ ഇമെയിൽ IDയിലോ വന്നിരിക്കുന്ന ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തെറ്റാതെ കൊടുക്കണം. അവിടെ പല രീതിയിലുള്ള ലെറ്റേഴ്സ് ആയിരിക്കും വന്നിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെ മുകളിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും അതും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ നമ്മുടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നമുക്ക് താൽക്കാലികമായിട്ട് ലഭിച്ചിരിക്കുന്ന പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി ആദ്യം ഇപ്പോൾ നമുക്ക് SMS ആയിട്ട് വന്നിരിക്കുന്ന ആ പാസ്വേഡ് ആദ്യം കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് SMS വന്ന പാസ്വേഡ് കൊടുക്കുക. അതിന് തൊട്ട് താഴെ പുതിയ പാസ്വേഡ് എന്നുള്ളിടത്ത് അവിടെ നമുക്ക് എങ്ങനത്തെ പാസ്വേഡാണ് വേണ്ടത് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ ശ്രമിക്കുക. അത് വീണ്ടും കൺഫേം ചെയ്യുന്നതിനായിട്ട് വീണ്ടും ആ പാസ്വേഡ് തന്നെ ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് മാറ്റുക എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ പാസ്വേഡ് വിജയകരമായി മാറ്റിയെന്നൊരു ഓപ്ഷൻ വന്നിരിക്കുകയാണ്. ശരി കൊടുക്കുക. വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, അതായത് ലോഗിൻ നെയിം കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ മാറ്റിയ പുതിയ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതും കൊടുത്തതിന് ശേഷം ക്യാപ്ച കോഡ് താഴെ ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോഗിൻ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ പാസ്വേഡ് കൊടുത്തത് അക്ഷരം തെറ്റിപ്പോയിട്ടുണ്ട്. വീണ്ടും എൻ്റർ ചെയ്യുക. കറക്റ്റായിട്ട് തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച കോഡ് അടിക്കുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് കറക്റ്റ് ആയിരിക്കുകയാണ്. ഇപ്പം അതിൻ്റെ ഈ സിറ്റിസൺ പോർട്ടലിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. കയറുമ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു രജിസ്ട്രേഷനും കൂടെ ചെയ്യേണ്ടതുണ്ട്. അതിനായി ആദ്യം നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ ആ ഫോട്ടോയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ് എന്നുള്ള ഒരു ബോക്സ് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോട്ടോ എവിടെയാണോ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഫോട്ടോയ്ക്ക് സൈസുകളൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ആകുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ടത് സ്ഥിരമായ വിലാസം എന്നുള്ള ഒരു പ്രൊഫൈലാണ്. ഇവിടെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക. ഒന്നാമത്തെ ബോക്സിൽ നമ്മുടെ വീട്ടുപേര് ടൈപ്പ് ചെയ്യുക. വീട്ടുപേര് ടൈപ്പ് ചെയ്ത് രണ്ടാമത്തെ ബോക്സിൽ റെസിഡൻസോ അസോസിയേഷൻ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രണ്ടാമത്തെ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ മൂന്നാമത്തെ ബോക്സിൽ നമ്മുടെ വീട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രാദേശിക സ്ഥലം, നമ്മുടെ സ്ഥലം ഏതാണോ ആ സ്ഥലം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് വായിച്ച് നോക്കി എൻ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ പ്രാദേശിക സ്ഥലം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രധാന സ്ഥലം, നമ്മുടെ ഏതാണോ സ്ഥലം ആ സ്ഥലം കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തായിട്ട് ജില്ല സെലക്ട് ചെയ്യുക. ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം താഴെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നമ്മുടെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്യുക. നമ്മുടെ ഏത് സ്ഥലത്താണ് ഗ്രാമപഞ്ചായത്തുള്ളത് അത് സെലക്ട് ചെയ്യുക. വാർഡ് നമ്പർ അടുത്തതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് സെലക്ട് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പിൻകോഡും ലോഡാവുന്നതാണ്. അതിനുശേഷം വില്ലേജും കൊടുത്ത് സേവ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴതും അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം വരുന്ന ബോക്സിൽ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് കൊടുക്കുക. അതായത് നമ്മുടെ ജനനത്തീയതി, ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ മതിയാവും. എല്ലാം ഫില്ല് ചെയ്യണമെന്നില്ല. മാൻഡേറ്ററി ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ജനനത്തീയതി ആദ്യം കൊടുക്കുക. അതിനുശേഷം ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മതം, ജാതി അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ആൻസർ കൊടുത്താൽ മതിയാവും. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം മാരീഡാണോ അല്ലയോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യുക. അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരൊക്കെ കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ അതിനുശേഷം സേവ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതും അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. അടുത്തതിൽ നമ്മുടെ അടിസ്ഥാന വിവരങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ഫോട്ടോയ്ക്ക് നേരെ താഴെ കുറേ ഓപ്ഷനുകളുണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ കൊടുക്കാത്ത വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യുക. അടുത്ത നമ്മുടെ ഇപ്പോഴത്തെ വിലാസം എന്നുള്ളൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അവിടെ ഇതിൻ്റെ അറ്റത്തായിട്ട് കണ്ട് സ്ഥിരമായ വിലാസം എന്നൊക്കെ ഉള്ളത് ടിക്ക് ചെയ്താൽ നമ്മൾ ആദ്യം കൊടുത്ത അതേ അഡ്രസ്സ് അവിടെ സെലക്ട് ആയി വരുന്നതാണ്. അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തിരിച്ചറിയൽ രേഖകളാണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആധാർ കാർഡോടെ കാണിക്കുന്നതാണ്. അതിൽ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും ID ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. വീണ്ടും നെക്സ്റ്റ് അടിച്ച് പോവുകയാണെങ്കിൽ താഴെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കണമെങ്കിൽ നമുക്കതും കൊടുക്കാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അത് കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. അതിനുശേഷം മറ്റു വിവരങ്ങൾ, കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിശദവിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുക്കണമെങ്കിൽ
അതും കൊടുത്തതിന് ശേഷം സേവ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ സിറ്റിസൺ സർവീസ് എന്ന പോർട്ടലിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. നല്ല ജോലിയൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി എന്താണോ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജോലി കൊടുക്കുക, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് കൊടുക്കുക, എന്ത് തരത്തിലുള്ള ജോലിയാണെന്ന് ഉള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അവസാനം നമ്മളത് സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മെയിൻ പേജിൽ ഹോം പേജിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഹോമെന്ന് ഏറ്റവും മുകളിലായിട്ട് ഹോമെന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് നമുക്ക് ഈ പബ്ലിക് സർവീസ് പോർട്ടലിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എന്തൊക്കെ ഫോമുകളൊക്കെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത്, ആപ്ലിക്കേഷനുകളാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള ഡീറ്റെയിലുകൾ താഴെ കാണിക്കുന്നതാണ്. താഴെ ജനന രജിസ്ട്രേഷൻ, മരണ രജിസ്ട്രേഷൻ, പൊതുവിവാഹ രജിസ്ട്രേഷൻ, ഇതൊക്കെ നമുക്ക് ഈ ഓൺലൈനിലൂടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ മറ്റ് സാക്ഷ്യപത്രങ്ങൾ, കെട്ടിട സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, BPL സാക്ഷ്യപത്രങ്ങൾ, അങ്ങനെയുള്ള സാക്ഷ്യപത്രങ്ങളൊക്കെ അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അപേക്ഷകൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. താഴോട്ട് വരുമ്പോൾ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുകയോ അപേക്ഷകൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അത് 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കുള്ള പെൻഷന്, പിന്നെ ദുരിതാശ്വാസ നിധി, തൊഴിൽ വേതനം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുക്കാവുന്നതാണ്. ലൈസൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയോ കെട്ടിടങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫാമുകൾക്കൊക്കെ നമുക്ക് ഇത് ലൈസൻസ് വേണമെങ്കിൽ അതും നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാവുന്നതാണ്. പഞ്ചായത്തിൽ പോയി ക്യൂ നിൽക്കാതെയോ. ഇപ്പോൾ മിക്കവർക്കും തന്നെ പഞ്ചായത്തുകളിലൊക്കെ പോകാൻ തന്നെ മടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്ന അധികാരം അറിഞ്ഞിട്ടുണ്ടാവില്ല. വീണ്ടും താഴോട്ട് വരുമ്പോൾ ലോഡ്ജിങ്, ഹൗസിങ്, അതായത് റിസോർട്ടുകളൊക്കെ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് വേണമെങ്കിൽ അതിനുള്ള അപേക്ഷകൾ ഓൺലൈനിലൂടെ കൊടുക്കാവുന്നതാണ്. പിന്നെ കെട്ടിട ഉടമസ്ഥാവകാശം, കെട്ടിടങ്ങൾക്ക് പിന്നീട് പരാതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കാവുന്നതാണ്. കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ളത്, പിന്നെ വഴിവിളക്കുകൾ സംബന്ധിച്ചുള്ളത്, ലൈസൻസ് സംബന്ധിച്ചുള്ളത്, പഞ്ചായത്ത് ആസ്തി കയ്യേറ്റം, അങ്ങനെയുള്ള അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് പരാതികളൊക്കെ കൊടുക്കണമെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ്. സുരക്ഷാ പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ വസ്തുനികുതി അടയ്ക്കാനോ നികുതി ഇളവ് ചെയ്യാനൊക്കെ അപേക്ഷകളൊക്കെ കൊടുക്കണമെങ്കിൽ അത് ഈ പോർട്ടലിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വിവരാവകാശം അറിയണമെങ്കിൽ അതിനുള്ള അപേക്ഷയും അതിനകത്ത് കൊടുക്കാവുന്നതാണ്. ജാഗ്രതാ സമിതി, പിന്നെ പൊതുസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ, പിന്നെ പൊതുമശാനങ്ങൾ, പിന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അപേക്ഷ കൊടുക്കുകയോ പുതിയ കാർഡുകൾ എടുക്കുന്നതിനൊക്കെയുള്ള അപേക്ഷകളൊക്കെ ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ പ്രൊഫൈലൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മുടെ സേവനങ്ങളുടെ പട്ടിക എന്ന് പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ പോർട്ടലിലൂടെ എന്തൊക്കെ സേവനങ്ങളാണ് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയുവാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ലോഗൗട്ട് ചെയ്യാവുന്നതാണ്. പാസ്വേഡൊന്നും മറന്നു പോകാതെ എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.